പള്ളിയില് അൾത്താരയുടെ മുമ്പില് ഓർമ്മയില്ലേ? 2 കസേര അല്ലേ? അൾത്താരയുടെ മുമ്പിൽ എല്ലാവർക്കും അവിടെ ഇവിടെയും കസേര. പക്ഷെ അന്ന് മാത്രം പെണ്ണിനും ചെറുക്കനും അൾത്താരയുടെ മുൻപിൽ കസേര. കൈകൂപ്പി അന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് നിന്നതല്ലേ അല്ലേ? എന്തായിരുന്നു അവസ്ഥ? അന്ന് വിവാഹം ആശീർവദിച്ച കാർമ്മികൻ ചില ഉപദേശങ്ങളൊക്കെ പ്രസംഗത്തിൽ നൽകും. നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, അനാദി മുതലേ നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവളാണിത്. നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ചാ പറയണേ. അനാദി മുതലേ നിനക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവൾ. അത്രമേൽ പ്രാധാന്യം വിശുദ്ധ ഗ്രന്ഥം വിവാഹ ജീവിതത്തിന് കൊടുക്കുന്നു. പുതിയ നിയമം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ അത്ഭുതം യോഹന്നാൻ ശ്ലീഹായുടെ പ്രകാരം നടന്നത് എവിടെ വെച്ചാ? കാനായിലെ വിവാഹ വിരുന്നിൽ, കല്യാണ വീട്ടിൽ വെച്ച. കല്യാണ വീട്, വിവാഹം നടന്ന വീട്. പിന്നീട് അങ്ങ് വായിച്ചു പോകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്ന വെളിപാട് പുസ്തകം എന്തു പറഞ്ഞോണ്ടാ? വിവാഹ വിരുന്നിന്റെ വലിയൊരു സാധ്യതയെ കുറിച്ച് പറഞ്ഞോണ്ടാ. യേശുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഒരു വിവാഹ വിരുന്നിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രാധാന്യം ഈ വിവാഹ ജീവിതത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ചു പഠിപ്പിക്കുന്നു.